ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ മോട്ടിവേഷൻ ടോക്കിലേക്ക് എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് സഫലീകരിക്കാനായിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കരഗതമാക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് നോക്കാം. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവാം അല്ലേ. എന്താണ്, ഒരു ഉയർന്ന ഒരു ഉദ്യോഗം വാങ്ങുക, അല്ലെങ്കിൽ ഒരു ജോലി കരഗതമാക്കുക, അല്ലെങ്കിൽ ഒരു വീട് വെക്കുക, മനോഹരമായിട്ടുള്ള ഒരു ഭവനം സ്വന്തമായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുക, സ്ഥലം വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു വിദേശ യാത്ര പോകണം, അവിടെ ഒരു ജോലി കരഗതമാക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, അങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ട് അല്ലേ. പലപ്പോഴും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട്, ഇപ്പം നമുക്കൊരു ജോലി കരഗതമാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജോലിക്ക് വേണ്ടി ശ്രമിച്ച് വളരെയധികം ശ്രമിച്ചു, എന്നിട്ടും അത് എല്ലാം പരാജയപ്പെടുകയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ വളരെ നിരാശനായി നമ്മൾ പോകുന്നു. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാതെ നമ്മൾ നിരാശയിലേക്ക് ആഴ്ന്നു പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ, നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ രൂപീകരിക്കുക. ആ ആഗ്രഹം നമ്മുടെ മനസ്സിലും നമ്മുടെ ഓരോ കോശങ്ങളിലും അല്ലെങ്കിൽ ഓരോ ശരീര അണുക്കളിലും നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ വ്യാപിപ്പിക്കുക. ഞാൻ ഇന്നതായി തീർന്നു, ഞാൻ ഇനി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി തീർന്നു, അല്ലെങ്കിൽ ഞാനൊരു മനോഹരമായ ഭവനം വെച്ചു, ഞാൻ മനോഹരമായിട്ടുള്ളൊരു വണ്ടി വാങ്ങി. അങ്ങനെ നമ്മൾ എപ്പോഴും അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് അട്രാക്ഷൻ കൂടി, അതിലേക്ക് ആകർഷണീയത കൂടി, നമ്മുടെ ഇച്ഛാശക്തി വളരെയധികം വർദ്ധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ഇച്ഛാശക്തി ഉള്ളവരായിരിക്കുക. നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മുടെ ശരീരത്തെ മുഴുവൻ നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇച്ഛാശക്തി. നല്ല ഈശ്വര വിശ്വാസികളായിരിക്കുക. ഏത് മതസ്ഥരായിക്കോട്ടെ, ഏത് ആചാരക്രമങ്ങളിൽ ജീവിക്കുന്നവരായിക്കോട്ടെ, പക്ഷേ ആ ആചാരാനുഷ്ഠാനങ്ങൾ എൻ്റെ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് എൻ്റെ ഒരു ഭാഗമായിട്ട് പ്രാർത്ഥനകൾ, നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട, നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനകൾ, സദാ ഒരു പ്രാർത്ഥന, അതായത് അധർമ്മമായിട്ട്, അധാർമികമായിട്ടുള്ള മാർഗത്തിലൂടെ, കളങ്കമായിട്ടുള്ള മാർഗത്തിലൂടെ ഞാൻ ചരിക്കുകയില്ല. സത്യസന്ധത വേണം. നമ്മൾ പറയുന്ന കാര്യത്തിലും ചിന്തിക്കുന്ന കാര്യത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത ഉണ്ടാവണം. ഇച്ഛാശക്തി, നമ്മുടെ ആഗ്രഹത്തെ നമ്മുടെ ശരീര കോശങ്ങളിലെല്ലാം, മനസ്സിലും ബ്രെയിനിലും, നമ്മുടെ ഓരോ ചിന്തയിലും നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ പൂർണ്ണമായി നിറച്ചു കഴിയുമ്പോൾ നമുക്ക് മറ്റൊന്നിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊന്നും വ്യാപരിച്ച് സമയം കളയാനില്ലാതാകും. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ദൈനംദിന കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹ സഫലമാക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു ചിന്തയിലേക്ക് വന്നിട്ട് അതിനായി നമ്മൾ പ്രവൃത്തി എടുത്തുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, ഒരു PSC പഠിച്ചൊരു ഉയർന്ന ഉദ്യോഗത്തിൽ എത്തിച്ചേരണം, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ടെസ്റ്റ് പാസ്സായി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായി മാറണം. ഇതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ ആ സദാ ആ ആഗ്രഹത്തെ നമ്മൾ ചിന്തിക്കുന്നത് വഴി നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള പ്രോപ്പർ മാർഗങ്ങൾ നമുക്ക് പലരിൽ നിന്നും നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ എന്താണ്, ഈ മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നമുക്ക് ആരൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വഴി പലരെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിലോ ഇന്ന മേഖലയിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ കൂടുതൽ അറിവുകൾ സ്വായത്തമാക്കാനാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനാവുകയും അവരുമായിട്ട് നമ്മൾ സംവദിക്കുകയും കോച്ചിങ് ക്ലാസ്സുകളോ ഗൈഡുകളോ അല്ലെങ്കിൽ അവരുടെ മാർഗനിർദ്ദേശങ്ങളോ ഒക്കെ നമ്മൾ സ്വായത്തമാക്കിയിട്ട് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. അങ്ങനെ നിരന്തരമായിട്ട്, തുടർച്ചയായിട്ട്, എത്ര വീഴ്ചകളോ ഇടർച്ചകളോ എന്തൊക്കെ സംഭവിച്ചോട്ടെ, പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ലക്ഷ്യത്തെ, നമ്മുടെ ആഗ്രഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നതാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ഈശ്വരവിശ്വാസിയായിരിക്കണം, സത്യസന്ധനായിരിക്കണം, ചിന്താശക്തി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇത്രയും കാര്യം. പിന്നെ കഠിനമായിട്ട് അധ്വാനിക്കാനായിട്ട്, നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് നമ്മൾ എത്രയൊക്കെ വായിച്ചു പിടിക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കോച്ചിങ് സെൻറ്ററുകളിൽ, ആരുടെയെങ്കിലും കോച്ചിങ് സെൻറ്ററുകളിൽ പോയി നമ്മൾ സമയം ചെലവഴിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനെല്ലാം
തയ്യാറാകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കുന്നു. അതാണ് കഠിനാധ്വാനം. ഇച്ഛാശക്തി, കഠിനാധ്വാനം, സത്യസന്ധത, ലക്ഷ്യത്തിലും ഉറച്ച് നിൽക്കുക. നമ്മൾ ഈ രീതിയിലെല്ലാം പ്രവർത്തനം എടുത്തുകൊണ്ട് വരുമ്പോൾ എന്താണ്, പുറമേ നിന്നും ആരുമല്ല നമ്മുടെ ലക്ഷ്യത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ സാധിച്ചിരുന്നത്. ആര് തന്നെയാണ്? നമ്മൾ തന്നെ നമ്മളിലുള്ള ശക്തി ഉണർത്തി. അപ്പൊ നമ്മളില് അഭൗമമായിട്ടുള്ള അല്ലെങ്കിൽ ആരാലും ജയിക്കപ്പെടാനാവാത്ത വിധം ശക്തിയുടെ ഉറവിടങ്ങളാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. ഒരാളല്ല, രണ്ടാളല്ല, എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി ജനങ്ങളിലും അതിവിശേഷമായ ശക്തിവിശേഷം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ശക്തിവിശേഷത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഉയർത്തിക്കൊണ്ട് വരുന്നില്ല അല്ലെങ്കിൽ ഉണർത്തിക്കൊണ്ട് വരുന്നില്ല. അതാണ് അവരുടെയൊക്കെ പരാജയത്തിന് അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതിരിക്കുന്നതിനുള്ള കാരണം. ആരാണോ അവനവനുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞ്, നമ്മൾ കസ്തൂരിമാന്റെ ഗന്ധം പറഞ്ഞതുപോലെയാ. കസ്തൂരിമാൻ എന്താണ്? കസ്തൂരിയുടെ ഗന്ധം ചുറ്റുപാടും വ്യാപിക്കുന്ന അനുസരിച്ച് നാലുപാടും കസ്തൂരി അന്വേഷിച്ച് ചുറ്റി തിരിഞ്ഞു നടക്കും. പക്ഷെ എന്താണ്, കസ്തൂരിമാന്റെ ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ആ കസ്തൂരിയുടെ ഗന്ധം വമിക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതെന്ന് തിരിച്ചറിവ് കസ്തൂരിമാന് ഉണ്ടാവുന്നില്ല. എന്താണ്, നമ്മൾ വിചാരിക്കും മറ്റൊരാൾ ഉയർന്ന തലത്തിൽ എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗം മരിച്ചു, അല്ലെങ്കിൽ നല്ലൊരു ഭവനം വെച്ചു, അല്ലെങ്കിൽ നല്ലൊരു കാർ വാങ്ങി, അതൊക്കെ അവർക്ക് പുറമേ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ സാധിക്കും, എനിക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളെ താഴ്ത്തി കളയുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഓരോരുത്തരിലുമുള്ള ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ഉണരുന്നതനുസരിച്ച്, നമ്മളിലുള്ള ശക്തി ഉയർന്നു വരുന്നതനുസരിച്ച് നമുക്ക് ഓരോ പ്രവർത്തന മേഖലകളിൽ വ്യാപരിക്കുന്നതിനായിട്ട് സാധിക്കും. നമ്മുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതിനുള്ള വഴിയിലേക്ക്, മാർഗത്തിലേക്ക് നമ്മൾ ഉയർത്തി കൊണ്ടുവരികയും വളരെ താമസിയാതെ തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ, എന്താണോ നമ്മുടെ ആഗ്രഹം, ഒരു ജോലിയാണോ ആ ജോലി നമ്മുടെ കരഗതമാകുന്നു, ഒരു ഭവനം വയ്ക്കലാണോ അത് നമുക്ക് സാധ്യമാകുന്നു, ഒരു വസ്തു വാങ്ങുന്നതാണോ അത് നമുക്ക് സാധ്യമാകുന്നു, ഒരു പുതിയ വാഹനം വാങ്ങുന്നതാണോ അത് നമുക്ക് സാധ്യമാകുന്നു. കാരണം എന്താണ്, നമ്മളിലുള്ള ശക്തിയെ ഉയർത്തി തിരിച്ചറിഞ്ഞ് നമ്മൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതാണ് അപ്പം നമ്മളുടെ വിജയത്തിനും നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ വിജയത്തിനും നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനും ഒക്കെ ഉള്ള ശക്തി ആരിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്? മറ്റുള്ളവർ മൂലമാണോ? ഇല്ല. നമ്മൾ പലപ്പോഴും എൻ്റെ അച്ഛൻ അങ്ങനെയല്ല സഹായിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മ സഹായിച്ചില്ല, എൻ്റെ സഹോദരങ്ങൾ സഹായിച്ചില്ല, എൻ്റെ കൂട്ടുകാർ സഹായിച്ചില്ല, എൻ്റെ മിത്രാദികൾ സഹായിച്ചില്ല എന്നല്ല നമ്മൾ പലരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അവർ ആരെങ്കിലും ആണോ നമ്മളെ വിജയിപ്പിക്കുന്നത്? ആണോ? അല്ല. അവരാരുമല്ല സുഹൃത്തുക്കളെ, അവരാരുമല്ല നമ്മുടെ ബന്ധുമിത്രാദികളോ മാതാപിതാക്കളോ സഹോദരന്മാരോ സുഹൃത്തുക്കളോ ആരുമല്ല നമ്മളെ വിജയിപ്പിക്കുന്നത്. നമ്മളെ വിജയിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളിലുള്ള ശക്തി ഉയർത്തിക്കൊണ്ടുവരിക. ആരാണ് ഉയർന്ന തലത്തിൽ ഉയർന്ന് നിൽക്കുന്നത്? നമ്മുടെ ഈ വിശാലമായ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിജയിച്ച ആളുകൾ വിരലിലുണ്ടാവുന്ന ആളുകളാണ് പല മേഖലകളിൽ വിജയിച്ചിട്ടുള്ളത്, അല്ലേ? വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ, അല്ലെങ്കിൽ വലിയ വലിയ മില്യണേഴ്സ്, അല്ലെങ്കിൽ വലിയ വ്യവസായ ഗ്രൂപ്പുകൾ നടത്തുന്ന ആളുകൾ, അങ്ങനെ പലരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സുപ്രഭാതത്തിൽ അവരൊന്നും വിജയിച്ച് അല്ലെങ്കിൽ അങ്ങനെ ആയി തീർന്നവരല്ല. അവരൊക്കെ അവരുടെ ഉള്ളിലുള്ള ഈ ചിന്താശക്തിയെ, ആ ഇച്ഛാശക്തിയെ ഉയർത്തി കൊണ്ടുവന്ന് അവരതിനായിട്ട് പ്രയത്നിച്ചു, കഠിനാധ്വാനം തന്നെ ചെയ്തു. ഒരു മടുപ്പും തോന്നാതെ പ്രയത്നിച്ച് അവരുടെ പാത വെട്ടിത്തെളിച്ച് അവർ മുന്നേറുകയായിരുന്നു സുഹൃത്തുക്കളെ. അപ്പം നമ്മളും ആ പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വിജയം നമ്മളിൽ നിന്ന് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ആ വിജയത്തെ കരഗതമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും അവരിലുള്ള ഇച്ഛാശക്തി ഉണർത്തുക, സത്യസന്ധരായിരിക്കുക, കഠിനാധ്വാനികളായിരിക്കുക, ഈശ്വര വിശ്വാസികളായിരിക്കുക, ഒരു ലക്ഷ്യത്തെ ഉറപ്പിക്കുക. എന്താണ് ലക്ഷ്യത്തെ ഉറപ്പിക്കുക? അത് ഈശ്വര വിശ്വാസിയായിരിക്കുക, ഇച്ഛാശക്തി ഉണർത്തുക, കഠിനാധ്വാനം ചെയ്യുക. ആ ലക്ഷ്യ പൂർത്തീകരണം എത്തിച്ചേരുന്നത് വരെ ലക്ഷ്യത്തിലൂടെ മാത്രം സഞ്ചരിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും അന്തിമ വിജയം നമ്മൾക്ക് മാത്രമായിരിക്കും. അപ്പം നമ്മളെ വിജയിപ്പിക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മളെ പരാജിതരാക്കുന്ന ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ നിരാശരായി അല്ലെങ്കിൽ പാതി വഴിക്ക് ശ്രമം ഉപേക്ഷിച്ച് വരുന്നത് വഴിയിട്ടാണ് നമ്മുടെ വിജയം നമുക്ക് അകലെയായി പോകുന്നത്.
നമ്മൾ എത്ര പതർച്ചകളോ എത്ര ഇടർച്ചകളോ എന്ത് വേണേലും സംഭവിച്ചോട്ടെ, പക്ഷെ നമ്മുടെ ഇച്ഛാശക്തിയെ നമ്മൾ കളയുന്നില്ല, നമ്മുടെ സത്യസന്ധത നമ്മൾ കളയുന്നില്ല, നമ്മുടെ കഠിനാധ്വാനത്തെ നമ്മൾ കളയുന്നില്ല, നമ്മുടെ ഈശ്വര വിശ്വാസത്തെ നമ്മൾ കളയുന്നില്ല, നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ കളയുന്നില്ല. എന്താണ് ലക്ഷ്യം? വേണം, സത്യസന്ധത വേണം, ഇച്ഛാശക്തി വേണം, കഠിനാധ്വാനം വേണം, മുന്നോട്ട് പോകാനുള്ള സഞ്ചരണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരിക്കുന്നില്ല കഠിനാധ്വാനികൾ ആയിരിക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ വേഗമാക്കാം. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു.